എനിക്കെന്തിൻ്റെ കേടായിരുന്നു. നല്ല കിട്ടില്ല വാങ്ങിയത്. പിന്നെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഈ നെയ്യത്ത് വെക്കാതെയാണ് ഓവൻ നോമ്പെടുക്കുന്നുള്ളത്. കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമാണ് ഇക്കൊല്ലത്തെ നോമ്പെങ്കിലും എടുക്കണം എന്നുള്ളത്. അങ്ങനെ തള്ളി തള്ളി നീക്കി ഈ വർഷത്തെ നോമ്പ് എടുക്കാം എന്ന് കരുതുന്ന ദിവസത്തിലേക്ക് എത്തി. ഏകദേശം 1:30 ആ ടൈമിൽ ആ ഭക്ഷണം കഴിക്കാൻ എണീറ്റിട്ടുള്ളത്. അത്താഴമാണ് കേട്ടോ. നേരെ പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു വത്തക്ക ഉണ്ട്, അതിൻ്റെ കൂടെ പിന്നെ ഒരു ഇളനീരിൻ്റെ തേങ്ങ അടർത്തി വെച്ചതുണ്ട്. വറുത്ത് വെച്ച അവിലിലേക്ക് അത് തുരുതുന കുനുകുനാന്നാണ്ട് അരിഞ്ഞിട്ടിട്ട് ഒരു നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്, തണ്ണിമത്തനും എടുത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് രണ്ടും കൽപ്പിച്ച് നല്ലൊരു വെട്ടി. കുറേ തിന്നണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ആ സമയത്ത് തിന്ന് ശീലമില്ല. അപ്പോൾ വെള്ളം വല്ലാണ്ട് ശരീരത്തിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തനും വെള്ളവും അതേപോലെ നേന്ത്രപ്പഴം എന്തൊക്കെയോ കുത്തിക്കയറ്റിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മുൻപരിചയം, നെഹി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് പതുക്കെ പോയിട്ട് കിടക്കാനുള്ള പരിപാടിയിലാണ്. എന്നത്തെയും പോലെ ഇന്ന് രാത്രി വീഡിയോ തരാനൊന്നും ഇരുന്നില്ല, ഉറക്കം പണിയായിട്ട് ഇനിയൊരു പണിയാവണ്ട വെച്ചിട്ട്. അപ്പം ഇനി രാവിലെ കാണാം. എന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാലേ ഒരു കുപ്പി വെള്ളം കുടിക്കാനുണ്ട്. എന്താ അവസ്ഥ! ഇത് കുടിച്ചിട്ടാണ് രാവിലെ എല്ലാ പരിപാടി ചെയ്യാറ്. ഓക്കെ, ഇന്നെല്ലാത്തിനും വിടാം. നോക്കാം എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ളത്, അല്ലേ? കിളികൾക്ക് ഫുഡ് കൊടുക്കാണ്ട് അത് കൊടുത്തിട്ട് ബാക്കി. എന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാലേ ആദ്യം പോകുന്നൊരു സ്ഥലമുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ട നിങ്ങൾ? നല്ല കിട്ടില്ല വാങ്ങിയത്. സ്കൂൾ കൂട്ടി കുട്ടികളൊക്കെ വരുന്നത് വരെ ഇതിങ്ങനെ നിൽക്കും. പഴുത്ത കിട്ടും, നിലത്തുനിന്ന് പൊട്ടിക്കാം. ഓക്കെ, രാവിലെ എണീക്കാൻ ഓടി വരുന്ന സ്ഥലം ഇതിനുള്ളിലോട്ടാണ്. ഇതാ ഇവരാണ് നമ്മളുടെ വീട്ടിലത്തെ മറ്റുള്ള അന്തേവാസികൾ കേട്ടോ. അവരെ ഞാൻ അതുവരെ കാണിച്ചിട്ടില്ല നമ്മളുടെ വ്ളോഗിൽ. ഫുഡൊക്കെ കൂടെ കിടക്കുന്നുണ്ടല്ലോ, എന്താ മക്കളതൊന്നും കഴിച്ചില്ലേ? വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇയാൾ നമ്മളെ കിളിക്കൂടിൻ്റെ ഉള്ളിലുള്ള ചെറിയ കാടയാണ് കേട്ടോ. അതായത് ഈ വേസ്റ്റ് ഫുഡ് അത് തിന്നുന്ന ആളാണ്. അതായിരിക്കുന്ന ജാവ ഫിഞ്ചസ്, പിന്നെ ബംഗാളി ഫിഞ്ചസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ജംബോ ഉണ്ട്. ഇവരിതിൽ എഗ്ഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവലുണ്ട് ഇടയ്ക്ക്. നോക്കി വെക്കാം, എഗ്ഗ് ഇട്ടും അവർ വിരിയും, അവരിറങ്ങും. ഞാൻ അതിൽ ഫുഡ് കൊടുക്കുക, വെള്ളം കൊടുക്കുക, പരിപാടി മാത്രമേ ഉള്ളൂ. യെസ്, ഇതിൽ 2 എഗ്ഗ് ഉണ്ട്. ബാക്കിയുള്ളതിലൊക്കെ നോക്കി, പക്ഷെ ബാക്കിയുള്ളതിലൊന്നും ഇല്ല. ഓക്കെ, ഇവർ നമ്മളെ പേടിച്ചിട്ട് അവിടെയൊക്കെ പോയിട്ടിരിക്കുക. എന്താ പേടിച്ചിരിക്കുകയാണ്, അല്ലാണ്ട് പേടിപ്പിക്കുന്നില്ല. തിരിച്ചു പോ മക്കളെ, തിരിച്ചു പോ. ഇനി നമുക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ അവർ ഫുഡ് എടുക്കാൻ ടൈം എടുക്കാം. ഓക്കെ, അപ്പോൾ അടച്ചിട്ട ഇനി എന്താ പരിപാടി? ചായ കുടിയില്ലല്ലോ, വേറെ പരിപാടി ഒന്നുമില്ല, വീഡിയോ തെരഞ്ഞിരിക്കുക, വേറെന്ത്? അല്ല നോക്കാല, ഞാൻ പണ്ടെടുത്തിരുന്നാണ് ഈ നോമ്പൊക്കെ. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇതൊരു വാശിയാണ്. ഈ വാശി നിറവേറ്റി നോക്കൂ. ഐ നീഡ് ടു ഫിനിഷ് ദിസ് നോമ്പ്. ഓക്കെ, അപ്പോൾ നോക്കട്ടെ. രാവിലെ വലിയ കുഴപ്പമൊന്നുമില്ല, എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല, പരമാവധി പിടിച്ചു നിൽക്കും. അപ്പോൾ നോക്കാം. ഏകദേശം 3:30 രക്ഷയില്ലട്ടാ. എൻ്റെ ഇവിടെ ഒന്നും ഒരു തളിർത്ത പോലെ ഒന്നും ഇല്ലല്ലോ അല്ലേ? വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ നോമ്പ് വെക്കാൻ പറ്റണില്ല. പണിക്ക് പോകുന്ന ആൾക്കാരെ അവസ്ഥ ആലോചിച്ചത് എൻ്റെ പൊന്നു, സമയം ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. സമ്മതിച്ച് മക്കളെ, സമ്മതിച്ച്. എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. 3:30, ഇപ്പം 3:45, പോയി വാങ്ങി വരാം. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു നോക്കണൊക്കെ ഉണ്ട്. കണ്ടന്റൊന്നും തിരയാൻ പറ്റുന്നില്ല, ഒന്നും കാണാനില്ല എന്നുള്ളതാണ്. സമയം 6:25.
6:39 40 ബാങ്ക് തോന്നുന്നത്. വെയിറ്റ് ചെയ്യാം, തൊട്ടടുത്ത് പള്ളിയുണ്ട്, സൗണ്ട് കേൾക്കും. അതുവരെ ഇനി ഫുഡിൻ്റെ മുന്നിൽ. ഓക്കെ. ചെറിയൊരു അബദ്ധം പറ്റിയിടോ, ഈത്തപ്പഴം വാങ്ങാൻ മറന്നുപോയി. നാരങ്ങ കലക്കിൻ്റെ ഒരു ലൈം അടിച്ചിട്ടുണ്ട്, ചെറിയ പഞ്ചസാര. നിലവിൽ ഷുഗർ കട്ടിങ് ആണ്, പക്ഷേ കുറച്ച് ഷുഗർ വേണ്ടി വരും. ഇത് മുഴുവൻ തിന്നു തീർക്കുമെന്ന് എനിക്കിപ്പോൾ പിടിയൊന്നുമില്ല, കാരണം ഇപ്പം തന്നെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓറഞ്ച് ഒരെണ്ണം, സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. കാരണം ഇതൊക്കെ തിന്നു തീർക്കണ്ടേ. വെയിറ്റിംഗ്. എനിക്കെന്തിൻ്റെ കേടായിരുന്നു എൻ്റെ പൊന്ന്. വയറ് കളിയിട്ട് പാടില്ല. ഇത് നേന്ത്രപ്പഴയുടെ കൊണ്ടേച്ചിട്ടുണ്ട്, പക്ഷെ ഇത് തിന്നൂല ഉറപ്പാണ്. അതതിൻ്റെ കൂട്ടത്തിൽ വെക്കാഞ്ഞ് അതവിടെ മാറിയിരിക്കട്ടെ. നല്ല രസം കിട്ടാം. എന്തായാലും പരിപാടിയെല്ലാം അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ പൊന്ന്, വല്ലാത്തൊരവസ്ഥയായി പോയി. അമ്മോ, നെഞ്ചി കുടുങ്ങി ചാവൂടെ. ഗ്യാസ് വല്ലാണ്ടൊന്ന് കയറിയുണ്ട്. ഇതിനിത്ര രുചി ഉണ്ടായിരുന്നോ? പണ്ടാരെ പറഞ്ഞെടുത്ത് നല്ല വിശന്നിരുന്ന് എന്തെങ്കിലും കിട്ടുമ്പോഴാണ് അതിൻ്റെ രുചി ഉണ്ടാവുക എന്നുള്ളത് സത്യസന്ധമായ കാര്യം. ഒരു ദിവസമെങ്കിലും നിങ്ങൾ പട്ടിണി കിടന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇപ്പം മനസ്സിലായി. അമ്മച്ചി, ഇന്ന് ജിമ്മില്ലാത്തന്നെ രക്ഷപ്പെട്ട്. ഞായറാഴ്ച ആയ കാരണം. അല്ലെങ്കിൽ അപ്പം ഞാൻ ഇത് കഴിഞ്ഞ് ജിമ്മിനും കൂടി പോകേണ്ടി വന്നാൽ എന്താ അവസ്ഥ? ഇതെന്തായാലും ഒരു ചലഞ്ചായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ കാലമായി നോമ്പെടുത്തിട്ട് ഈ നോമ്പ് എടുക്കണം, എന്തായാലും എടുക്കണം എന്നുള്ളത്. അത് ഞാൻ എടുത്ത് നിറവേറ്റി. പൊന്നോ, സമയം പോവാന്നാണ് ഇട്ട പ്രശ്നം. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ സംസാരിക്കാൻ പറ്റുന്നില്ലടോ. സംസാരിക്കാൻ പറ്റാത്തൊരു ആകെ പോലെ. അപ്പോൾ എല്ലാവരും ഒന്ന് നോമ്പെടുത്ത് നോക്കിട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, സംഭവം സക്സസ്സാണ്. ഇനി കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ സുലാൻ